UDF സർക്കാരിന്റെ ഭാഗമായി മന്ത്രിസഭയിൽ ചേരണോ എന്ന കാര്യത്തിൽ RMPയിൽ അഭിപ്രായ ഭിന്നത. പരമാവധി സർക്കാരിന്റെ ഭാഗമായി നിന്ന് പാർട്ടിയെ മുഖ്യധാരയിൽ എത്തിക്കണമെന്ന് ഒരു വിഭാഗം ആഗ്രഹിക്കുമ്പോൾ മന്ത്രിസഭയുടെ ഭാഗമാകാതെ ഇടതുപക്ഷ ബദൽ കെട്ടിപ്പടുക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് എന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ അഭിപ്രായം. കോഴിക്കോട് നിന്നും MM രാഗേഷ് ഉണ്ട് വിവരങ്ങളുമായി. രാഗേഷ്, ഇപ്പോൾ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളൊക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഈ RMPയുമായി എന്തെങ്കിലും ഒരു ചർച്ചയൊക്കെ നടന്നിട്ടുണ്ടോ? എന്താണ് അങ്ങനെ ലഭിക്കുന്ന വിവരങ്ങൾ? മായ, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ RMP UDFുമായി സഹകരിക്കുന്ന വേളയുണ്ടെങ്കിലും ഇടതുപക്ഷം തങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്നുള്ള നിലപാടാണ് RMP സ്വീകരിച്ചിരുന്നത്. ഇതിൻ്റെ തുടർച്ചയായി RMP അത്തരത്തിൽ കിട്ടുന്ന അധികാര സ്ഥാനങ്ങളിലേക്ക് പോകുന്നതിൽ വലിയ അഭിപ്രായമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ള നിലപാടായിരുന്നു. ആ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടാം തവണയും വടകരയിൽ നിന്ന് KK രമ വിജയിച്ച് കയറുമ്പോൾ സ്പീക്കർ പദവി പോലുള്ള നിഷ്പക്ഷ പദവികൾ ലഭിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കണം. അങ്ങനെ പാർട്ടിക്ക് എത്രത്തോളം മുഖ്യധാരയിൽ ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റും, അത്തരത്തിലുള്ള ഇടപെടലുകൾ പാർട്ടി നടത്തണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഒരു വിഭാഗത്തിൽ നിന്നും ഉയർന്നത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ചില ഘടകകക്ഷികളുടെ പിന്തുണ കൂടെ KK രമയ്ക്ക് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ CPIMന്റെ ജനകീയ അടിത്തറ തകർന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ RMP നേരത്തെ തന്നെ 2008 മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഇടതുപക്ഷ ബദൽ എന്നുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിലെ വിഷയങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് RMP അത്തരത്തിലുള്ള കൂട്ടായ്മകൾ രൂപീകരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ മുൻപ് നടത്തിയിരുന്നു. എന്നാൽ അത്തരം ശ്രമങ്ങളെ ശക്തിപ്പെടുത്തേണ്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് RMP തിരിച്ചറിയുന്നത്. RMP സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് TK ഗോവിന്ദൻ, V കുഞ്ഞികൃഷ്ണൻ, G സുധാകരൻ ഉൾപ്പെടെയുള്ള CPMൽ നിന്ന് ആശയ ഭിന്നതയുണ്ടായി പുറത്തു പോവുകയും വിജയിച്ച് കയറുകയും ചെയ്ത MLAമാരെ നേരിട്ട് സന്ദർശിക്കുകയും അത്തരത്തിൽ കൂടിയാലോചനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പാലക്കാട്ടുള്ള സമാന സ്വഭാവത്തിലുള്ള ഔദ്യോഗിക നേതൃത്വവുമായി പിണങ്ങി നിൽക്കുന്ന സഖാക്കളുമായി ഉൾപ്പെടെ RMP ചർച്ച നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ RMP ഉദ്ദേശിക്കുന്നത് ഒരു ഇടതുപക്ഷ ബദലിനുള്ള അനുകൂല സമയമാണ്. ഈ സമയം അത്തരത്തിലുള്ള ചർച്ചകളാണ് നടത്തേണ്ടത് എന്നുള്ളതാണ് ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ RMPക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടാകുമോ എന്നുള്ളതുൾപ്പെടെ വരും ദിവസങ്ങളിൽ അറിയാം. ഏതായാലും ഈ വിഷയത്തിൽ അതിനുശേഷമായിരിക്കും RMP സംസ്ഥാന നേതൃത്വം അന്തിമ ചർച്ചകളിലേക്ക് കടക്കുക. രാകേഷ്, ഈ ഭരണത്തിന്റെ ഭാഗമായി പാർട്ടിയെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണോ, അതോ ഇത് പുറത്തുനിന്ന് പിന്തുണച്ച ഒരു തിരുത്തൽ ശക്തിയായി മാറുക എന്നുള്ളതാണോ കൂടുതൽ പേരും ആഗ്രഹിക്കുന്നത്? ആ ഒരു പാർട്ടി നയത്തിലേക്ക് നീങ്ങുക എന്നുള്ളതാണോ കൂടുതൽ അംഗങ്ങളും ആഗ്രഹിക്കുന്നത്? മായ പറഞ്ഞതുപോലെ തന്നെയാണ്, ശക്തമായ ഒരു പ്രതിപക്ഷം പോലും ആകാൻ കഴിയാത്ത ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് RMP നേതൃത്വത്തിൻ്റെ, അല്ലെങ്കിൽ RMPയുമായി ബന്ധപ്പെട്ട് RMPയെ ഇത്രയും കാലം പിന്തുണച്ചു വരുന്ന സമാന മനസ്കരായ ഇടതുപക്ഷ പ്രവർത്തകരുണ്ട്. ഇവരുടെയൊക്കെ തന്നെ അഭിപ്രായത്തിൽ ശക്തമായ ഒരു പ്രതിപക്ഷമായി ഉയർന്നു വരേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ CPMന്റെ ജനകീയ അടിത്തറ തകർന്നെങ്കിലും ആ വോട്ട് ബാങ്കിൽ അല്ലെങ്കിൽ ഇടതുപക്ഷ ആശയവുമായി അടുപ്പമുള്ള ആളുകളെ കൂട്ടിപ്പിടിക്കേണ്ടുന്നൊരു സമയമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ബദൽ പ്ലാറ്റ്ഫോം രൂപപ്പെട്ടു വരും. ഈ ബദൽ പ്ലാറ്റ്ഫോമിന് കേരളത്തിൽ വലിയ സാധ്യതയുണ്ട് എന്നുള്ളതാണ് RMP തിരിച്ചറിയുന്നത്. അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് കരുത്ത് പകരണം എന്നുള്ള ഒരു അഭിപ്രായമാണുള്ളത്. ഏതായാലും പാർട്ടി എടുക്കുന്ന തീരുമാനത്തിനൊപ്പമായിരിക്കും KK രമ എന്നുള്ള കാര്യത്തിൽ മറ്റ് തർക്കങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ അതേസമയം തന്നെ പ്രവർത്തകരെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടുക, പ്രത്യേകിച്ച് ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിജയിപ്പിച്ച MLA എന്നുള്ള രൂപത്തിൽ അത്തരത്തിലുള്ള സാധ്യതകളെ മണ്ഡലത്തിൽ കൂടെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള രണ്ട് അഭിപ്രായങ്ങളാണുള്ളത്. ഏതായാലും ഘടകകക്ഷികളിൽ തന്നെ പ്രാഥമിക ഘട്ട ചർച്ചകളിലേക്ക് കടക്കുന്നേ ഉള്ളൂ UDF. ഈ കടക്കുന്ന വേളയിൽ കൂടെ ആയിരിക്കും ഇത്തരത്തിലൊരു തീരുമാനങ്ങളും മറ്റ് ചർച്ചകളും ഉണ്ടാവുകമായ. ശരി, എന്തായാലും UDF സർക്കാരിന്റെ ഭാഗമായി മന്ത്രിസഭയിൽ ചേരണോ എന്ന കാര്യത്തിൽ RMPയിൽ ചെറിയൊരു അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ പരമാവധി സർക്കാരിന്റെ ഭാഗമായി നിന്ന് പാർട്ടിയെ മുഖ്യധാരയിൽ എത്തിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഒരു വിഭാഗം ആഗ്രഹിക്കുന്നുമുണ്ട്. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.